ഇനിയും ഒരുമിച്ച് കുറെ നാള് ജീവിച്ചിട്ട് ട്രീസമോളുടെ കാര്യം എങ്ങാനും അറിഞ്ഞ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് നിഷേധിക്കുന്നതിന്റെ 1000 ഇരട്ടിയിൽ അന്ന് നിഷേധിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്തോട്ടെ. അപ്പൊ നീ തനിച്ചാവും. ഈ ലോകത്ത് ഞാൻ തനിച്ചാവും. പക്ഷെ ഫാദർ പേടിക്കണ്ട. തനിച്ചായി പോയെന്ന ഒറ്റ കാരണത്തില് ട്രീസമോളെ എനിക്ക് വേണമെന്നൊന്നും ഞാൻ പറയില്ല. അവളെ താലോലിക്കാനും കൂടെ വളർത്താനൊന്നും എനിക്ക് യോഗ്യതയില്ല. അതിനുള്ള യോഗ്യത അവർക്കാണ്, അരുണിനും സ്നേഹയ്ക്കും. പിന്നെന്താ, എവിടെയെങ്കിലും ജീവിക്കണം. അതൊക്കെ അങ്ങ് നടന്നോളും ഫാദർ. വലിയൊരു നഷ്ടമാണ് കുഞ്ഞെ നിനക്ക് നേരിടേണ്ടി വരുന്നത്. ഫാദർ, ഞാൻ തെറ്റ് ചെയ്തവളാ. ശിക്ഷിക്കപ്പെടുമ്പോ എനിക്ക് വേദനയുണ്ട്. പക്ഷേ ആ വേദനയുടെ കാരണക്കാരി ഞാൻ തന്നെയാണല്ലോ. അത് ചിന്തിക്കുമ്പോ ആ വേദന അങ്ങ് കുറയും. അരുണിന്റെ സ്നേഹയുടെ കാര്യം എങ്ങനെ പോകുന്നു? അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാതെ നിവൃത്തിയില്ല എന്നുള്ള ഘട്ടത്തിലെത്തി. സ്നേഹയോട് കാര്യങ്ങൾ തുറന്നു പറയാനാ തീരുമാനം. ഫാദർ, മറ്റൊന്നും പ്രായോഗികമില്ല കുഞ്ഞെ. ഈ ഒരു രഹസ്യം സ്നേഹ അറിയാതിരിക്കുന്ന ഓരോ നിമിഷവും സ്നേഹയുടെ ജീവിതവും ട്രീസമോളുടെ ജീവിതവും അപകടത്തിലാവും. ട്രീസമോളെ ഞാൻ പ്രസവിച്ചതാണെന്ന് അറിഞ്ഞ സ്നേഹ അവളെ നിഷേധിച്ചാലോ? അങ്ങനൊന്നും സംഭവിക്കില്ല. അങ്ങനൊന്നും സംഭവിക്കരുതെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. സ്നേഹ ഇപ്പോൾ വരും. കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചൈതന്യ കൂടെ വേണമെന്ന് തോന്നി. അതുകൊണ്ട് എന്ത് പ്രയോജനം? അവൾ അറിയണം ഒരമ്മയുടെ വില എന്താന്ന്, ആ അമ്മയുടെ ദുഃഖത്തിൻ്റെ ആഴം എന്താന്ന്. അത് തിരിച്ചറിയുമ്പോഴെങ്കിലും സ്നേഹ മനസ്സ് തുറന്ന് ചിന്തിക്കും, അരുണിനെ മനസ്സിലാക്കും. സ്നേഹ എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് അരുൺ എതിരായിരുന്നല്ലോ ഇതുവരെ. അവനെ ഞങ്ങൾ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാ. ചൈതന്യക്കിപ്പോൾ ഏകദേശം അവരുടെ ഒരു ജീവിതത്തെക്കുറിച്ച് അറിയാലോ. വിവാഹ ജീവിതത്തിൽ എൻ്റെ മോൻ ഒരുപാടൊന്നും സന്തോഷിച്ചിട്ടില്ല. പ്രശ്നങ്ങളുള്ളൊരു ദാമ്പത്യമായിരുന്നു. ചില നേരത്ത് കാർമേഘങ്ങളൊന്ന് മാറി നിൽക്കുമെങ്കിലും പിന്നെ കനത്തിരുണ്ട് വീണ്ടും പെയ്യാൻ തുടങ്ങും. ഇനി അവനെ കഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം. സ്നേഹയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. എനിക്ക് അത്രയിലേ പറ്റൂ. ഞാൻ വന്ന് നോക്കുമ്പോ രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ? ലേറ്റ് ആവോ? അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ ഉറങ്ങാൻ കുറെ വൈകി. എന്തൊക്കെയോ സംസാരിച്ചിരിക്കായിരുന്നു. രാത്രിയിലത്തെ ആ സംഭവം ഒന്നും മറക്കാൻ പറ്റില്ലല്ലേ? അല്ല, എതുകൊണ്ട് എഴുന്നേറ്റില്ലേ? അവൻ നല്ല ഉറക്കാ. ചെന്ന് മണിയങ്കളുടെ അടുത്ത് പോയി ചായ എടുത്തു. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. അങ്കിൾ, ഇന്നലെ അച്ഛൻ അങ്ങനെ വന്ന് സംസാരിച്ചതില് അങ്കിളിന് എന്താ തോന്നിയ? എന്താ മോൾ ഉദ്ദേശിച്ചത്? അല്ല, അങ്കിള് പറഞ്ഞല്ലോ അച്ഛന് മറുപടി കൊടുക്കുമെന്ന്. അതെങ്ങനെയുള്ള മറുപടിയാന്നറിയാനാ. എങ്ങനെ വേണ്ടേ മോള് പറ. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ കമലയില്ലേ, കുട്ടിച്ചന്റെ അവിടെയുള്ള, അവൾ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്താ? അവളൊരു പ്രത്യേക ടൈപ്പാ. എന്തെങ്കിലും മനസ്സിൽ തോന്നിയാ വെട്ടി തുറന്നങ്ങ് ചോദിച്ചു കളയും. അതിന് ബുദ്ധിമുട്ട് തോന്നുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും ആലോചിക്കില്ല കമല. അതെ, കമല ചോദിച്ച കാര്യം എന്താന്ന് പറ, എന്നല്ലേ മറുപടി പറയാൻ പറ്റൂ. ഞാനത് ചോദിച്ചു കഴിഞ്ഞാ അങ്കിളിനോട് വിഷമം തോന്നരുത്. യാമക്കുട്ടിക്ക് എന്നോടൊരു കാര്യം പറയാൻ ഇത്രയും ജാമ്യം എടുക്കേണ്ട കാര്യമുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചോദിക്കേ. അത് അവള് ചോദിക്കുക, ആനന്ദങ്കളിന് അമ്മയെ കല്യാണം കഴിച്ചൂടെന്ന്. കണ്ടോ, പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്കിള് പെട്ടെന്ന് മൂഡ് ഓഫ് ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ അങ്ങനെ ആയോ? ആര് പറഞ്ഞു? ഇങ്ങനൊരു ചോദ്യം കേട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അല്ല, കമലയെക്കുറിച്ച് യാമിമോള് പറഞ്ഞല്ലോ, അവൾക്ക് എന്താ ചോദിച്ചു കൂടാത്തത്? അല്ല, അങ്കിളിന് അറിയേണ്ടത് അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട്
യാമിമോൾ എന്താ മറുപടി പറഞ്ഞെന്നാ? അതെന്തിനാ? വേറൊന്നുമല്ല, യാമിമോള് നന്നായിട്ട് ചിന്തിക്കുന്ന കുട്ടിയല്ലേ. അപ്പോ യാമിമോള് വ്യക്തമായിട്ടൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതങ്കിൾ, കമല അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ കുറെ ആലോചിച്ചു. സത്യത്തിൽ ഒരുപാട് ആളുകള് അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്ത് കളയുന്നില്ലേ, ചില ആചാരങ്ങളുടെ പേരിലൊക്കെ. ഇന്നലെ ക്യാമ്പിൽ പോലും അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. ഉണ്ട്. ജീവിതം പാഴാക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് വലിയ വലിയ കെട്ടുപാടുകളില്ല. അതിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്നങ്ങ് സ്വതന്ത്രമാകാൻ ആർക്കും സാധിക്കില്ല. ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ അമ്മയെക്കുറിച്ച് ചിന്തിച്ചത് എന്താന്നോ, അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ കുറച്ചൊന്നും അല്ല അമ്മയെ ദ്രോഹിച്ചിരിക്കുന്നത്. അച്ഛനമ്മ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല. ഒരുമിച്ച് ജീവിക്കുമ്പോൾ പോലും അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് സ്നേഹത്തിന് അർഹതയില്ലേ? ഇല്ല അങ്കിൾ. ഉണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് കമലയുടെ ചോദ്യം ശരിയാണെന്ന് തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞില്ല, വേറെ ആരോടും ഡിസ്കസ് ചെയ്തിട്ടുമില്ല. അങ്കിളിന് എന്താ തോന്നുന്നത്? മോളെ, ഈ വിഷയം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പറ്റിയ ഒന്നല്ല. വെറുതെ നമുക്ക് രണ്ടുപേർക്കും സമയം കളയാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാം. പക്ഷേ യാമിമോൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും ഒരുപാട് അപ്പുറത്താ ഡോക്ടർ മൈഥിലി എന്ന മോളുടെ അമ്മ. മൈഥിലിയുടെ തീരുമാനം വളരെ ഷാർപ്പാ മറ്റു സ്ത്രീകളെക്കാളും. സോ നമുക്കിതിവിടെ വെച്ച് നിർത്താം. അങ്കിൾ. അതെ അങ്കിൾ, അത് തന്നെയാണ് യഥാർത്ഥ സ്ഥാനം. സത്യം തുറന്നു പറയുമ്പോൾ സ്നേഹയുടെ അവസ്ഥയെക്കുറിച്ച് ചൈതന്യക്ക് നല്ല ഭയമുണ്ട്. ആ കുട്ടിയെ സമ്മതിക്കണം. സ്വന്തം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്നേഹിക്കും അരുണിനും ഒന്നും നഷ്ടപ്പെടരുതെന്ന് ആ കുട്ടി ചിന്തിക്കുന്നുണ്ടല്ലോ. അത് അമ്മയുടെ വിലയാണ്. പ്രസവിച്ച തന്നേക്കാൾ ആ കുഞ്ഞിനെ ലാളിക്കാനുള്ള യോഗ്യത അരുണിനും സ്നേഹിക്കുവാണെന്ന് അവൾ പറയുമ്പോൾ എത്രയോ വലുതാണ് ആ മനസ്സിലെ നന്മ. അവളുടെ കാര്യത്തിലും നല്ലൊരു തീരുമാനം ദൈവത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. ആ രംഗനാഥനെ ഞാൻ വിളിപ്പിച്ചതാ. സ്നേഹമോളിരിക്കെ. വേണ്ട ഫാദർ. സ്നേഹമോളെ, എനിക്ക് സ്നേഹമോളോടൊരു കാര്യം പറയാനുണ്ട്. അത് ഓർഫനേജിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. എന്താ? 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഓർഫനേജിന്റെ മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തി. അവളെ സ്നേഹിച്ച ഒരുവൻ കാലം തെറ്റി യാത്രയായപ്പോൾ ഒരു മാർഗവുമില്ലാതെ പോയൊരമ്മ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓർഫനേജിന്റെ മുമ്പിൽ നിന്ന് ആ അമ്മ നടന്നു നീങ്ങി. കണ്ടെത്തിയ കുഞ്ഞിനെ ഓർഫനേജിലെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം വളർത്തി. ആ കുഞ്ഞ് വളർന്നു വലുതായി ഒരു നല്ല സുന്ദരി കുട്ടി, എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി. പിന്നീട് ഒരിക്കൽ ആ കുഞ്ഞിനെ മറ്റൊരു കൂട്ടർ ദത്തെടുത്തു. ഏറ്റവും വിചിത്രമായ സംഗതി, ആ കുഞ്ഞിനെ ആ കൂട്ടർ ദത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പലപ്പോഴും ആ കുഞ്ഞിനൊന്ന് കാണാൻ, ആ കുഞ്ഞിൻ്റെ ചിരിയൊന്ന് കാണാൻ ആ അമ്മ ഒളിച്ചു നിന്നു. സ്വന്തം ഗതികേടിൻ്റെ പേരിൽ അങ്ങനെ ഒളിഞ്ഞു നിൽക്കേണ്ടി വന്ന അമ്മയോട് സ്നേഹമോളുടെ നിലപാട് എന്തായിരിക്കും? പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിയുന്ന ഒരു അമ്മയോട് എനിക്കൊട്ടും താല്പര്യം തോന്നുന്നില്ല ഫാദർ. എത്രയൊക്കെ ന്യായീകരിച്ചാലും ആ കുഞ്ഞിന്റെ ശാപം അവരെ പിന്തുടരുക തന്നെ ചെയ്യും. ആ കുഞ്ഞ് ട്രീസമോളാണെങ്കിലോ? ഓ, ഫാദർ നേരത്തെ പറഞ്ഞ കഥയില് അമ്മയ്ക്ക് ഞാൻ ബഹുമാനം കൊടുക്കാതിരുന്നതുകൊണ്ട് എന്റെ മോളെ കൂടി ചേർത്ത് പറയണായിരിക്കും അല്ലേ? ട്രീസമോളെ തേടി അങ്ങനെ ആരും വരില്ല ഫാദർ. അവൾക്കേ ഒരൊറ്റ അമ്മയുള്ളൂ, അത് ഞാനാ. അല്ല, ഫാദർ പറഞ്ഞ ട്രീസമോളെ കുറിച്ച് തന്നെയാ. ട്രീസമോള് ഓർഫനേജിൽ ഉപേക്ഷിച്ച് നടന്നു നീങ്ങിയ ആ അമ്മയുടെ പേര് ചൈതന്യ എന്നാ. രണ്ടുപേർക്കും ഇത് എവിടെ നിന്ന് കിട്ടി പുതിയ വിവരങ്ങള്? ട്രീസമോളെ ദത്തെടുക്കാൻ കാര്യങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം
ഞാനതിനെ എതിർത്തത് സ്നേഹമോൾക്ക് ഓർമ്മയുണ്ടോ? അതിൻ്റെ കാരണം ചൈതന്യയാണ്. അവളുടെ വരവ് കൊണ്ടാണ് ഞാനത് മുടക്കിയത്. പക്ഷെ അതറിഞ്ഞപ്പോ അരുൺ എടുത്ത നിലപാട് ഞങ്ങളേക്ക് ഞെട്ടിക്കുന്നതായിരുന്നു. നീ ഒരുപാട് സ്നേഹിച്ചു പോയ ട്രീസ മോളെ നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ലെന്ന്. അതിനുവേണ്ടി അവൻ ചൈതന്യയുടെ കാല് പിടിച്ചു. പിന്നീട് പലവട്ടം ചൈതന്യയോടൊപ്പം നീ അരുണിനെ കണ്ടു. ഒന്നും മനസ്സിലാവാതിരുന്ന നീ അവർ തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു. അരുണിനെ പ്രതിക്കൂട്ടി നിർത്തി. ഇതെല്ലാം മോളോട് തുറന്നു പറയണം തന്നെയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം. പക്ഷേ അരുൺ സമ്മതിച്ചില്ല. ഇനിയും ഈ രഹസ്യം സൂക്ഷിച്ചാൽ അപകടമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പം മോളോട് ഞങ്ങളിത് പറയുന്നത്. അരുണും ചൈതന്യവും തമ്മിൽ തെറ്റായ ഒരു ബന്ധവുമില്ല. ട്രീസ മോളെ പ്രസവിച്ച അമ്മയോട് അവൻ അല്പം നീതി കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണ്. എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാ? അല്ല, ഇവർ പറഞ്ഞതൊക്കെ സത്യമാണ്. സ്നേഹയുടെ ഭാഷയിൽ ആ ക്രൂരയായ അമ്മ ഞാനാണ്. ഞാൻ നിങ്ങൾക്കിടയിൽ ഒരിക്കലും വരരുതായിരുന്നു. പക്ഷേ മതി, ഇനി നിങ്ങളൊന്നും സംസാരിക്കണ്ട. നിങ്ങൾ നല്ലവളാ, അരുണും നല്ലവനാ. ഈ ഇരിക്കുന്ന ഫാദറും എന്റെ അച്ഛനും നല്ലവരാ. അന്നും ഇന്നും എന്നും മോശമായ ഒരാളേ ഉള്ളൂ, അത് ഞാനാ. ഞാൻ എല്ലാവർക്കും കുരങ്ങ് കളിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ, ഞാനൊരുത്തി. എല്ലാരും കൂടി എന്നെ ഫാദർ. കേട്ടത് നിസ്സാര കാര്യമല്ല, ഉൾക്കൊള്ളാൻ എളുപ്പവുമല്ല. കരയുകയാണെങ്കിൽ സ്നേഹമോൾ കരയട്ടെ. ഫാദർ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ കേട്ട കാര്യത്തിൻ്റെ ആഘാതം മാറാൻ സ്നേഹയ്ക്ക് കുറച്ച് സമയം വേണ്ടിവരും. അപ്പപ്പാ, ആ അപ്പവും വരുന്നതെന്താ പറയാതിരുന്നേ? അമ്മ ഇന്നലെ രാത്രി വന്നപ്പോ അറിഞ്ഞല്ലോ. എന്നിട്ട് എന്താ അമ്മയോടൊപ്പം പോരാതിരുന്നേ? അതുകൊണ്ട് ന്യായമൊന്നും പറയണ്ട കേട്ടോ. അത് ആനന്ദങ്ങൾ പറഞ്ഞു വയ്ക്കാത്തോണ്ടല്ലേ? അത് ശരി. അപ്പൂപ്പാ, ആനന്ദിരിക്കും. അച്ഛൻ ഇന്നലെ ഒന്നുമില്ലേ? ആ, ഇന്നലെ എത്തി. അവിടുത്തെ വിശേഷങ്ങളൊക്കെ മൈഥിലി പറഞ്ഞറിഞ്ഞു. ഞാനും അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ, പക്ഷെ അവൾ സമ്മതിച്ചില്ല. അച്ഛൻ വരാതിരുന്നു നന്നായി. സിറ്റുവേഷൻ കുറച്ച് പ്രശ്നമായിരുന്നു. സാരമില്ല, നമുക്ക് വേണ്ടത് കൈകാര്യം ചെയ്യാം. ആ, മോനെ, ആ, അവനെ കൊണ്ട് പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? ഹേയ്, വേറെ കുഴപ്പമൊന്നുമില്ല. ആനന്ദേ, ഏതെങ്കിലും ഗുണ്ടകളെ കണ്ടെത്തി അവർക്ക് കാശ് കൊടുത്ത് മോനെ തല്ലിക്കണമെന്ന അമ്പിയുടെ പക്ഷം. ആണോ മേ? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പറ്റുമെങ്കിൽ കൈയും കാലും തല്ലി ഒടിച്ച് എവിടെയെങ്കിലും കൊണ്ടു ചെന്നിടാം. അതിപ്പോ ഞങ്ങളുടെ വീട്ടിലായാലും കുഴപ്പമില്ല. കഞ്ഞിയും ചോറും ഒക്കെ ഞാൻ വെച്ചു കൊടുത്തോളാം. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുമല്ലോ. ആനന്ദ്, പറഞ്ഞു പറഞ്ഞ അമ്മ ഒരു തീവ്രവാദിയാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കാര്യത്തിൽ മാത്രമല്ല, വേറെ പല കാര്യത്തിലും. അമ്മൂമ്മ സ്റ്റാറാ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയുടെ പഴയ കഥകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ആ, പണ്ട് അമ്മൂമ്മ കുറെ പേരുടെ മൂക്കിടിച്ച് വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ അമ്മമ്മയ്ക്ക് എന്റെ അച്ഛന്റെ മൂക്കടിച്ച് പരത്തിക്കൂടെ? നീ എന്നെ കൊല്ലിച്ച് അടങ്ങുമല്ലടാ. അല്ല, അച്ഛൻ എന്താ പരിപാടി? എനിക്കെന്താ പരിപാടി? ഇപ്പോ മക്കളൊക്കെ വന്നില്ലേ, കുറച്ചു നേരം അവരുടെ കൂടെ കൂടാ. ഞാനൊന്ന് ഫ്രീയാ. അച്ഛൻ വരുന്നെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. അല്ലെങ്കിൽ തന്നെ പുറത്തിറങ്ങിയിട്ട് എന്ത് കാഴ്ച കാണാനാ? ഒന്ന് ചെല്ലുക ഗംഗാധരേട്ടാ. മോൻ വിളിച്ചതല്ലേ? കുറച്ചു നേരം പോയിട്ട് പറ്റിയ കാഴ്ചകളൊന്നും കണ്ടില്ലെങ്കിൽ ഇങ്ങ് തിരിച്ചു പോര്. മൈഥിലി, കുറച്ചു നേരം ഞാൻ അച്ഛനെ കസ്റ്റഡിയിൽ എടുക്കുക. അച്ഛനെ കൂടെ കൂട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആനന്ദ് അച്ഛൻ്റെ ഒപ്പം നടക്കുന്ന കണ്ടിട്ട് സാരംഗിന്റെ വക്രഭൂതിയിലൊന്നും തോന്നാതിരുന്നാ മതി. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എങ്ങനെ, അച്ഛൻ റെഡിയാണോ? ഓ, എനിക്ക് പ്രത്യേകിച്ച് റെഡിയാവാൻ എന്തുവാ, നമുക്ക് പോവാം. അങ്കിളെ, ഞാനും കൂടെ വരട്ടെ? അത് പറ്റില്ലല്ലോ ഇത് കുട്ടാ. ഇത് ഞങ്ങൾ സീനിയേഴ്സ് തമ്മിലുള്ളൊരു യാത്രയാണ്. ഇതിനകത്ത് ജൂനിയേഴ്സിന് ഇടപെടാൻ പറ്റില്ല.
മോനെ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? പിന്നില്ലാതെ അച്ഛനെ വഴിയിൽ ഇറക്കിവിടാൻ പറ്റുമോ? വാച്ചാ. ശരി. അമ്മമ്മയുടെ മോന്റെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ആളുകളെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചെയ്യട്ടെ മോളെ. അച്ഛൻ ഇന്നലെ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് എന്ത് ദേഷ്യം വന്നറിയോ? മതി മതി, ഇനി രണ്ടുപേരും കൂടെ ഇന്നലത്തെ കാര്യങ്ങളുടെ കെട്ടെന്ന് വെച്ചിട്ടുണ്ട. പറയാനുള്ളതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെന്നേ രണ്ടാളും. അമ്മ, ഇനി ഇന്നലത്തെ ബാക്കി എന്തെങ്കിലും അച്ഛൻ ആനന്ദിനോട് പറയുമോ? എനിക്കറിയില്ല. പറഞ്ഞാൽ അത് ആനന്ദ് എന്നോട് പറയും. അപ്പം ഞാൻ അന്വേഷിക്കും. ആ പറച്ചില്ല അമ്മയ്ക്ക് പങ്കുണ്ടോന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അറിയേയില്ല. ഞാൻ ഈ കാര്യം നിന്നോട് പറയാനുമില്ല. ഹലോ കമല, ആവണിയാ. എന്താ ആവണി? എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ. എന്തിന്? ചേട്ടനും ചേച്ചിയും മൈഥിലി ആന്റിയൊക്കെ എന്തോ ഒളിച്ചു വെക്കുന്നത് പോലെ. എന്നോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം അവരുടെയൊക്കെ മനസ്സിലുണ്ട്. അതെ, ജീവൻ സാറിന്റെ വീട്ടിൽ നിന്ന് മൈഥിലി ആന്റി ആയിട്ടല്ലേ തിരിച്ചു പോയത്? ആന്റി എന്തേലും പറഞ്ഞോ? ഇല്ല. എന്നോട് കള്ളം പറയരുത്. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാവരോടും വഴക്കുണ്ടാക്കി ബഹളം വെച്ചോണ്ടിരിക്കും. എനിക്കൊന്നും അറിയില്ല ആവണി. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും മനസ്സിനെ കുറിച്ച് കമല പറയാറുണ്ടല്ലോ. ജീവൻ സാറിന്റെ സംസാരം കേട്ടിട്ട് കമലയ്ക്ക് എന്താ തോന്നിയേ? എന്നോട് ഇഷ്ടമാണെന്നാണോ അതോ അല്ലെന്നോ? അതാവണി, ഞാനൊരു ഒറ്റ തവണയിലെ സാറിനെ കണ്ടിട്ടുള്ളൂ. അതിനെന്താ? ഒരാളെ ഒറ്റ തവണ കണ്ടാൽ മതി, അയാളുടെ സംസാരം ഒറ്റ തവണ കേട്ടാൽ മതി, അതിന് ജഡ്ജ് ചെയ്യാന്നൊക്കെയല്ലേ പറഞ്ഞു. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരോടും കൂടി ഞാൻ സംസാരിച്ചപ്പോൾ ഒരു ഗൗരവത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കമലേ, ഇവരെല്ലാവരും ചെയ്യുന്നത് പോലെ നീ എന്നോട് കള്ളം പറയുവാണോ? നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. നമുക്കിടയിലെ രഹസ്യങ്ങളൊന്നും ഉണ്ടാവരുത്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയണമെന്നൊക്കെ നിബന്ധന വെച്ചതും കമലയാ. മറന്നുപോയോ? അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആവണി പറയുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. എന്ത് രഹസ്യം? ഒന്നുമില്ല. എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ. ആവണി, സാറിനെ പ്രപ്പോസ് ചെയ്തത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് സാറിന് സമ്മതമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എല്ലാവരും കൂടെ കാണിക്കുന്നത് വലിയ ക്രൂരതയാ. വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അതെ, ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. പതുക്കെ പതുക്കെ എല്ലാവരും എന്നെ കുറ്റം പറയാൻ തുടങ്ങും. അർഹിക്കാത്തത് ആഗ്രഹിച്ചതിന്റെ പേരിൽ എന്നെ വഴക്ക് പറയും. ഇതൊക്കെ അങ്ങനെ അവസാനിക്കുള്ളൂ. ആവണി, ഞാൻ സ്നേഹിയെന്ന് കാണ്ടി ഫാദർ. വേണ്ട കുട്ടി. സ്നേഹമോട് ഇപ്പോഴത്തെ അവസ്ഥ ആരോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തതാണ്. ഇനിയും ആക്ഷേപങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. അത് സാരമില്ല ഫാദർ. എല്ലാം സഹിക്കാൻ ഞാനിപ്പോൾ ക്ഷീണിച്ചു കഴിഞ്ഞു. ഫാദറും തൻ്റെ അച്ഛനും കൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ സാന്നിധ്യം ഉണ്ടായത് തനിക്ക് ബുദ്ധിമുട്ടായോ? താൻ പേടിക്കണ്ട. ജീവിതം തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ ഒരിക്കലും ട്രേസ മോളെ ഞാൻ തിരികെ ചോദിക്കില്ല. താൻ നേരത്തെ പറഞ്ഞില്ലേ ട്രേസ മോൾക്ക് ഒരമ്മയുള്ളൂ, അത് താനാണെന്ന്. നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താ? സന്തോഷോ, പകയോ, അതോ പ്രതികാരമോ? പകയും പ്രതികാരമൊക്കെ എന്തിനാ? അരുണോ ഫാദറോ കുട്ടിയുടെ അച്ഛനോ ആരും എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ സന്തോഷം, അതുണ്ട്. സ്നേഹം. എന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ടത് നരകത്തിലേക്കാ. പക്ഷേ
അവളിന്ന് ജീവിക്കുന്നത് സ്വർഗത്തിലാ. അതിന്റെ കാരണക്കാർ അരുണ് സ്നേഹയാണ്. ഒരു ജന്മം തീർത്താൽ തീരാത്ത കടപ്പാട് അതിന്റെ പേരിൽ നിങ്ങളോട് എനിക്കുണ്ട്. സ്നേഹയുടെ അരുണിന്റെയും ജീവിതത്തില് ഒരു തടസ്സമായിട്ട് ഞാൻ ഒരിക്കലും വരില്ല. ഞാൻ അവളെ സ്നേഹിക്കാതിരുന്നത് പൂർണ്ണ മനസ്സോടെയാ. സ്നേഹമോളെ, എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ത്യാഗമാണിത്. ട്രീസ നിന്റെ കുഞ്ഞാ, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. മോളെ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? ഈ ഒരു നിമിഷത്തിൽ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെയാണ് ഞങ്ങളൊക്കെ പേടിച്ചു നിന്നിരുന്നത്. നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് പോണം ഫാദർ. സ്നേഹ, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ തന്നെ ഒളിക്കേണ്ടത്. ഫാദർ, ഞാൻ അവളുടെ കൂടെ ചെല്ലട്ടെ? വേണ്ട രഘുനാഥ, സ്നേഹം മറ്റൊരിടത്തേക്കും പോകില്ല. ട്രീസ മോളുടെ അടുത്ത് തന്നെ എത്തും. ഫാദർ, സ്നേഹ എന്തെങ്കിലും അബദ്ധം കാണിച്ച